മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവമേനോൻ സംവിധാനം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. വരുന്ന ജനുവരി 23 റിലീസിനെത്താനിരിക്കുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ കൃത്യം 6 മണിക്ക് റിലീസ് ചെയ്യുമെന്ന് മൂവി ടീം ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യും. ആസിഫ് അലി, അനശ്വര രാജൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് രേഖാചിത്രം. ഇന്ന് രാവിലെ മുതൽ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗുകൾ മൂവി ടീം ആരംഭിച്ചിരുന്നു. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഒരുമിച്ച് റിലീസിനെത്താനിരിക്കുന്ന രേഖാചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് ആണ് നിലവിൽ നടന്നു വരുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ കേരളത്തിൽ 50 ലക്ഷത്തോളവും വേൾഡ് വൈഡായി 1 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു പ്രീ ബുക്കിംഗ് കളക്ഷനിലേക്ക് രേഖാചിത്രം എത്തപ്പെട്ടിട്ടുണ്ട്. അജിത് കുമാറിനെ നായകനാക്കി അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം 2025 ഏപ്രിൽ 10 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഗുഡ് ബാഡ് അഗ്ലിയിൽ അജിത്തിനെ കൂടാതെ തൃഷ, പ്രഭു, പ്രസന്ന, അർജുൻ ദാസ്, സുനിൽ, യോഗി ബാബു തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തും. നസ്ലിൻ നായകനായി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഐ ആം കാതലൻ എന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മനോരമ മാക്സ് ആണ് ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 17 മനോരമ മാക്സിലൂടെ ഐ ആം കാതലൻ OTT റിലീസ് ചെയ്യും. ഷെയ്ൻ നിഗം, കലയരസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വാലി മോഹൻരാജ് സംവിധാനം ചെയ്ത മദ്രാസ്കാരൻ എന്ന സിനിമയുടെ ട്രെയിലറും ഓഡിയോയും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് മദ്രാസ്കാരൻ ഷെയ്ൻ നിഗത്തിന് ഒരു സർപ്രൈസ് ഹിറ്റ് സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന ജനുവരി 10 പൊങ്കൽ റിലീസായി മദ്രാസ്കാരൻ തിയേറ്ററുകളിലേക്ക് എത്തും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമ 97ാമത് ഓസ്കാർ അവാർഡിനായിട്ടുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തമിഴിൽ നിന്നും കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സൂര്യ ശിവ ചിത്രം കങ്കുവയും ഈ പട്ടികയിൽ സ്ഥാനം കണ്ടെത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയുടെ ഫാൻ ഷോ ബുക്കിംഗ് ഇന്നു മുതൽ കേരളത്തിലെ പല തിയേറ്ററുകളിലും ആരംഭിച്ചു കഴിഞ്ഞു. വരുന്ന ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തുടരും എന്ന സിനിമയുടെ ഫാൻ ഷോ രാവിലെ 9 മണി മുതലാവും ആരംഭിക്കുക. ലാലേട്ടനെ കൂടാതെ ശോഭന, ബിനു പപ്പു, മണിയമ്പിള്ള രാജു, നന്ദു, ആഷ ചാന്ദിനി തുടങ്ങിയവരും ഈ ചിത്രത്തിൽ താരങ്ങളായിട്ടെത്തും. അല്ലു അർജുന്റെ പുഷ്പ 2 വീണ്ടും റിലീസിനെത്തുന്നു. ഇത്തവണ 20 മിനിറ്റ് കൂടി ദൈർഘ്യം വർദ്ധിപ്പിച്ച പ്രിന്റാണ് റിലീസ് ചെയ്യുകയെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. നിലവിൽ ചിത്രം റിലീസിനെത്തി 1 മാസങ്ങൾ പിന്നിടുമ്പോൾ 1831 കോടി രൂപയോളമാണ് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനെ സ്വന്തമാക്കിയിട്ടുള്ളതും. 2000 കോടി കളക്ഷൻ എന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാവണം മൂവി ടീം ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. റണ്ണിംഗ് ടൈം വർദ്ധിപ്പിച്ച പ്രിന്റിന്റെ റിലീസ് തീയതി ഉടൻ തന്നെ പുറത്തുവരും. GV പ്രകാശിനെ നായകനാക്കി കമൽ പ്രകാശ് സംവിധാനം ചെയ്ത കിങ്സ്റ്റൺ എന്ന ഇന്ത്യയിലെ ആദ്യ സീ ഫാന്റസി അഡ്വഞ്ചർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദിവ്യ ഭാരതിയാണ് ചിത്രത്തിൽ നായികവേഷം കൈകാര്യം ചെയ്യുന്നത്. കിങ്സ്റ്റൺ സിനിമയുടെ ടീസർ വരുന്ന ജനുവരി 9 പുറത്തുവരും. പ്രഭാസിനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന സാലാർ 2 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തോടുകൂടി പൂർത്തിയാകുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം 2025 ഡിസംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ മൂവിയാണ് കൂലി. നിലവിൽ ചിത്രത്തിന്റെ 70% ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയായെന്നും അവസാന ഷെഡ്യൂൾ ചിത്രീകരണം ജനുവരി 13 മുതൽ ബാങ്കോക്കിൽ വെച്ച് ആരംഭിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം സിനിമകൾക്ക് 3ാം ഭാഗം ഉണ്ടാകുമോ എന്നത് എന്നും സോഷ്യൽ മീഡിയയിൽ നിറയുന്നൊരു വാർത്തയാണ്. ഇപ്പോൾ അതിനുള്ള മറുപടിയായി സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒന്ന് പരിശോധിക്കാം. ഒന്നും പറയാനില്ല. അല്ല എന്നാലും അല്ല, ലാലേട്ടൻ പറഞ്ഞ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് ശ്രമിക്കൊണ്ടേയിരിക്കും. അത് എന്നാവുന്നൊക്കെ എനിക്ക് അറിയില്ല. നടന്നു പറയാം, അത്രേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ അവിടെ ഇവിടെ നിങ്ങൾ പറയുന്നത് കേട്ട് യാഥാർത്ഥ്യം ഞാൻ പറയാം. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ ഞാൻ ചെയ്യും. ചിത്രം ഉണ്ടാവില്ല അത്, പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഒരു ഉറപ്പ് കിട്ടും. അല്ല, ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല. അതൊരു 3-4 കൊല്ലം അങ്ങനെ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ ട്രൈ ചെയ്തത്